ഇന്നോവേറ്റേഴ്സിനെയും ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഓൺ നമ്മളുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് എന്തൊക്കെ നമ്മുടെ സറൗണ്ടിങ്സ് നമുക്ക് എന്തൊക്കെ സയൻസ് ആൻഡ് ടെക്നോളജി എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇതിനെക്കുറിച്ചൊരു കോൺവെർസേഷൻ ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ ഈ പ്ലാറ്റ്ഫോം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ മാസം 2 ക്ലാസ് ഉണ്ട്. ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് വളരെ ഡിസ്റ്റിംഗ്വിഷ്ഡ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ്. ബിക്കോസ് ഹീസ് എ വെരി സീനിയർ സയന്റിസ്റ്റ്, അഗ്രികൾച്ചർ സയന്റിസ്റ്റ് ആണ്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഡയറക്ടർ ഓഫ് റിസർച്ച് ആയിരുന്നു. Research, he was head of the research of Kerala Agriculture University. Pidambaran sir, CK Pidambaran sir, I'm happy to introduce you to the meeting, and we would the topic namalde innathe discussion is on soil acidity kurichana. Appo sir ne vast experience under farming, he's a scientist also. Appo soil acidity ne kurichum ainde at the base level ഫാമേഴ്സിന് എന്തൊക്കെ പ്രാക്ടിക്കൽ ലേ പേഴ്സൺ എന്തൊക്കെ അറിയേണ്ടതുണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെ ക്ലാസ് ആണ്. അപ്പൊ ഞാൻ ഒരുപാട് ടൈം എടുക്കുന്നില്ല ഹിസ് ടൈം, and I welcome him to the meeting. And sir, over to you, sir. Thank you, Robin Abraham. And before, can you see this slide? Yeah, sure. Sure. Say my topic is basically. Sir, you can be Malayalam, sir. present ചെയ്യുന്ന കാണുന്നില്ല. എന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ സോയിൽ അസിഡിറ്റി എന്നാണ്. സോയിലിലെ മണ്ണിലെ അമ്ലത്വം. ഇപ്പൊ നമ്മുടെ ദിവസം എന്ത് പേപ്പർ നോക്കിയാലും വേണ്ട, അഗ്രികൾച്ചറിന്റെ എന്ത് നോക്കിയാലും മണ്ണിൽ അമ്ലത്വം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഫാർമേഴ്സ് ആയിട്ടുള്ള കോണ്ടാക്ട് നോക്കുമ്പോഴും പല ആൾക്കാർക്കും ശരിക്കും എന്താണ് ഈ അമ്ലത്വം എന്നുള്ളതിനെ പറ്റിയിട്ട് ശരിയായിട്ടുള്ള ഒരു നോളജ് ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. പലരും മണ്ണിൽ അമ്ലത്വമുണ്ട്, പുളിപ്പരസമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്നൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ടു ഇതാണ് എൻ്റെ ഉദ്ദേശിക്കുന്നത്, ഈ ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ അമ്ലത്വം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് സാധനം കിട്ടുകയാണെങ്കിലും നമ്മൾ എന്തിനും നമുക്ക് അറിയണമെങ്കിലും അതിൻ്റെ ഒരു മെഷർമെന്റ് വേണം. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കൊരു ആളുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, അങ്ങേക്ക് 5 അടി ഉയരമുണ്ട്, 5 അടി 11 ഇഞ്ച് അല്ലെങ്കിൽ 165 സെന്റിമീറ്റർ ഉണ്ട്. ഒരു മേശയുടെ വലുപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര മീറ്റർ, അല്ലെങ്കിൽ ഒരു സാധനമാണെങ്കിൽ നമ്മൾ വെയിറ്റ് പറയും, കിലോഗ്രാം എന്നൊക്കെ പറയും. വെള്ളമാണെങ്കിൽ ലിറ്റർ എത്ര വേണം, എന്നൊക്കെ. എല്ലാത്തിനും ഓരോരോ മെഷർമെന്റ്. ഒരു സാധനം മെഷർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഏത് സാധനമായാലും വേണ്ടി അതൊരു മെഷർമെന്റ് വേണം. അപ്പൊ അങ്ങനെ എല്ലാത്തിനും ആയിട്ടുള്ള യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു മെഷർമെന്റ് നമുക്ക് ലോകത്തിലില്ല. ഇപ്പം അസിഡിറ്റി മെഷർ ചെയ്യാനും വെയിറ്റ് മെഷർ ചെയ്യാനും ലിക്വിഡ് മെഷർ ചെയ്യാനും എല്ലാത്തിനും കൂടെ ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു മെഷർമെന്റ് അത് നമുക്ക് ലോകത്തിലില്ല. ഓരോന്നിനും ഓരോ പ്രത്യേക തരത്തിലുള്ള മെഷർമെന്റ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ ശരീരത്തിലോ മണ്ണിലോ എല്ലാത്തിലും ഉണ്ടാകുന്ന അമ്ലക്ഷാര വ്യവസ്ഥകളെ മെഷർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള ഒരു മെഷർമെന്റ് ആണ് pH എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ മെഷർമെന്റിനും അതിൻ്റെതായിട്ടുള്ള ഒരു റേഞ്ച് കാണും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു മീറ്റർ എന്ന് പറയുകയാണെങ്കിൽ പറയും 100 സെന്റിമീറ്റർ, അല്ലെങ്കിൽ ഒരു ഇഞ്ച് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്കെയിൽ എന്ന് പറയുകയാണെങ്കിൽ 12 ഇഞ്ച് എന്നൊക്കെ പറയും. അതേമാതിരി എല്ലാത്തിനും ഒരു റേഞ്ച് ഉണ്ട്. ടെമ്പറേച്ചർ പറയുകയാണെങ്കിൽ നമ്മൾ വെള്ളം തിളയ്ക്കാൻ വേണ്ടി 100 ഡിഗ്രി സെന്റിഗ്രേഡ് വേണം. അങ്ങനെ ഓരോത്തിനും ഓരോ റേഞ്ച് ഉണ്ട്. എന്നാൽ അമ്ലത്വത്തിനുള്ള റേഞ്ച് എന്ന് പറയുന്നത് അത് റേഞ്ച് കൂടി 0 മുതൽ 14 വരെയുള്ള ഒരു സ്കെയിലിനെയാണ് നമ്മൾ pHന്റെ മെഷർമെന്റിന് ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടുതൽ അമ്ലത്വമുള്ളത് 0 എന്നുള്ളതാണ് ഏറ്റവും അധികം അസിഡിറ്റി ആയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ക്ഷാര സ്വഭാവമുള്ളതാണ് 14. ഈ 0 മുതൽ 14 വരെയുള്ള ആ സംഖ്യകൾ കൊണ്ടാണ് നമ്മൾ ലോകത്തിലെ ഏത് പദാർത്ഥത്തിൻ്റെയും അമ്ലത്വം അല്ലെങ്കിൽ ക്ഷാര സ്വഭാവം മെഷർ ചെയ്യുന്നത്. അപ്പൊ ഈ കാര്യം നമ്മൾ വളരെ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താ കാരണം വെച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മൾ
ഈ അമ്ലത്വം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അത് എത്രത്തോളം റേഞ്ച് ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടുള്ള ഒരു വെർഷൻ ഇല്ല. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ അമ്ലത്വത്തിന്റെ സ്കെയില് മെഷർ ചെയ്തിട്ടുള്ളത് 1 മുതൽ 14 വരെ ആണെങ്കിൽ പോലും അതിൽ 1ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് ലോഗരിതമിക് ഡിഫറൻസ് ആണ്. അപ്പൊ 10 ഇരട്ടിയാണ്. 1ൽ നിന്ന് 2ലേക്ക് പോകുമ്പോൾ അതിന്റെ മെഷർമെന്റ് 10 ഇരട്ടി കൂടും. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ pH 4ൽ നിന്ന് pH 3ലേക്ക് പോകുമ്പോൾ അതിന്റെ അമ്ലത്വം 10 ഇരട്ടി കൂടുകയാണ്. 4ൽ നിന്ന് 2ലേക്ക് പോവുകയാണെങ്കിൽ അമ്ലത്വം 100 ഇരട്ടിയാണ് കൂടുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും അമ്ലത്വത്തിന് ഒരു 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 ഡിജിറ്റ് അല്ലേ മാറിയിട്ടുള്ളൂ. ഒരു ഡിജിറ്റ് ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം 1ൽ നിന്ന് 2ലേക്ക് പോവുകയാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ട് പേര് തിരിച്ചെത്താം. ഈ അമ്ലത്വത്തിന്റെ സ്കെയില് 14 വരെ ആണെങ്കിലും 0 മുതൽ 7 വരെയുള്ളതാണ് അമ്ലത്വം എന്ന് പറയുന്നത്. അതായത് 0 മുതൽ 7 വരെ. അതിൽ നിന്ന് 7ൽ നിന്ന് താഴോട്ട് പോകും തോറും അതിന്റെ അമ്ലത്വം കൂടിക്കൊണ്ടിരിക്കും. 0ൽ നിന്ന് 7ലേക്ക് പോകുന്നതോടുകൂടി അമ്ലത്വം കുറഞ്ഞുകൊണ്ടിരിക്കും. 7ൽ നിന്ന് 14ലേക്ക് പോകുമ്പോൾ ക്ഷാര സ്വഭാവം കൂടിക്കൊണ്ടിരിക്കും. ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. 7ൽ നിന്ന് 14ലേക്ക് പോകുമ്പോൾ ക്ഷാര സ്വഭാവം കൂടും. എന്നാൽ 0ൽ നിന്ന് 7ലേക്ക് പോകുന്തോറും അമ്ല സ്വഭാവം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് എന്നുള്ള ഒരു ഒരു മണ്ണിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ദ്രാവകത്തിന്റെ അമ്ലത്വം 1 ആണെങ്കിൽ അതിനെക്കാട്ടും 10 ഇരട്ടി കുറവാണ് 2ല്. അതിനെക്കാട്ടും 10 ഇരട്ടി കുറവാണ് 3ല്. അങ്ങനെ കുറഞ്ഞു വരും. 7 ആകുമ്പോൾ നമ്മൾ ശുദ്ധമായ വെള്ളത്തിന്റെ pH ആണ് 7. അപ്പൊ അത് കാരണമായിക്കൊണ്ട് ഈ കാര്യം പലപ്പോഴും നമ്മൾ കൃഷിക്കാരോട് സംസാരിക്കാൻ പറയും, എന്റെ അതിൽ 5 ഉള്ളൂ. ചിലർ പറയും എനിക്ക് 6 ഉണ്ടോ, 1 അല്ലേ ഉള്ളൂ. ആ ഡിഫറൻസ് പക്ഷേ 10 ഇരട്ടിയാണ് ഓരോന്ന്. ഇപ്പൊ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഈ അതിന് തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. പണ്ട് കാലത്ത് നമ്മൾക്ക് ഈ അമ്ലത്വത്തിന് ഈ 14 സ്കെയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നിൽ പറയും പുളിരസമുണ്ട്, അല്ലെങ്കിൽ ക്ഷാര സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ കടുവ കുറച്ച് കയപ്പുണ്ട് എന്നൊക്കെ. പണ്ടൊക്കെ മണ്ണ് വായിലിട്ടാ പറയാ. കുറച്ച് മണ്ണെടുത്തിട്ട് വായിലിട്ട് കഴിഞ്ഞാൽ അത് പുളിയുണ്ടോ അല്ലെങ്കിൽ അത് ആണോ എന്ന് പറയും. പക്ഷെ അതിനുശേഷം നമ്മൾ ലിറ്റ്മസ് പേപ്പറിൽ വന്നു. ഒരു ലിറ്റ്മസ് പേപ്പർ എന്നൊരു സാധനമുണ്ട്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് അമ്ലമാണോ ക്ഷാരമാണോ എന്ന് അറിയാൻ പറ്റും. പക്ഷേ എത്രത്തോളം അമ്ലത്വമുണ്ട്, എത്രത്തോളം ക്ഷാര സ്വഭാവമുണ്ട് എന്നുള്ള ഒരു കണക്കൊന്നുമില്ല. അപ്പൊ അത് കാണിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പം അതിനുശേഷം 1909 മാത്രമാണ് നമ്മൾ ഈ കാണുന്ന pHന്റെ വ്യത്യാസം, ഈ പ്രത്യേക മെഷർമെന്റ് രീതി കണ്ടുപിടിച്ചത്. അത് കണ്ടുപിടിച്ചത് നമ്മുടെ കൃഷിയായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ഫീൽഡിലാണ്. ബിയർ ഉണ്ടാക്കാൻ വേണ്ടി, കാൾസ്ബർഗ് എന്ന ബിയർ ഉണ്ടാക്കാൻ വേണ്ടി സോറൻസ് എന്നുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് അങ്ങനെ ഫെർമെന്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അറിയണം ഒരു പ്രത്യേക റേഞ്ചിലാണ് പിന്നെ ബിയർ നന്നാവുക എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ ദീർഘ പരീക്ഷണത്തിന്റെ ഫലമാണ് ഇന്ന് നാം കാണുന്ന ഈ അമ്ലത്വത്തിന്റെ ഈ സ്കെയില് 0 മുതൽ 14 വരെയുള്ള ഈ സ്കെയില്. അപ്പൊ ഈ സ്കെയിലാണ് ഇപ്പൊ നമ്മളെ ലോകത്തിലുള്ള എല്ലാ രാസപ്രവർത്തനങ്ങൾക്കും, അത് മനുഷ്യനായാലും വേണ്ടില്ല, പിന്നെ പ്ലാന്റ് ആയാലും വേണ്ടില്ല, പിന്നെ സോയിൽ ആയാലും വേണ്ടില്ല, എന്തിനും നമ്മൾ ആ രാസപ്രവർത്തനത്തിനെ കൂടുതലായി അറിയുവാൻ വേണ്ടി സ്വീകരിക്കുന്ന ഒരു മാർഗമാണ് ഈ അമ്ലത്വം അല്ലെങ്കിൽ ക്ഷാരസ്വഭാവം അല്ലെങ്കിൽ pH. അപ്പം ഈ pH നോക്കുകയാണെങ്കിൽ നമ്മൾ കേരളത്തിലെ pH നോക്കുക. ഇപ്പൊ ഇന്ത്യയില് ഏറ്റവും അധികം അമ്ലത്വമുള്ള സംസ്ഥാനമാണ് കേരളം. ഇതില് ഈ പച്ച കാണുന്നത് സാധാരണ വലിയ അമ്ലത്വമില്ലാത്ത ഒരു സ്ഥലമാണ്. നീല കാണുന്നത് അവിടെ പാലക്കാട്ടിലെ കുറച്ച് ഭാഗമുണ്ട്, 2 ഭാഗത്തുണ്ടാവും, എറണാകുളത്തിന്റെ കുറച്ച് ഭാഗമുണ്ട്. ഇത് ഒഴിച്ച് നീല എന്ന് പറയുന്നത് ന്യൂട്രൽ ടു ആൽക്കലൈൻ ആണ്. ഷെയർ ചെയ്തിട്ടില്ല സാർ. ഇല്ല, ഇപ്പൊ നേരത്തെ കണ്ടിരുന്നില്ല. ഫോർ എക്സാമ്പിൾ ഷെയർ ആയിട്ടില്ല. ഒരു മിനിറ്റ്.
ഇപ്പൊ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ കണ്ടിരുന്നില്ലേ ഇത്? ഇല്ല സർ. ഇതാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞത്. ഞാൻ ഇതിന്റെ സ്കെയില് പറഞ്ഞത് 0 മുതൽ 14 വരെയുള്ള സ്കെയില്, അതിൽ 0 മുതൽ 7 വരെയുള്ള സ്കെയില് പിന്നെ അസിഡിക് ആണ്, 7 ന്യൂട്രലാണ്, 7-ൽ നിന്ന് 14 വരെ കൂടുന്തോറും പിന്നെ ക്ഷാര സ്വഭാവം കൂടും, 7-ൽ നിന്ന് 0-ലേക്ക് പോകുമ്പോൾ അമ്ല സ്വഭാവം കൂടും. ഇതാണ് നേരത്തെ പറഞ്ഞത്, കിട്ടുന്നുണ്ടാവും. ഇപ്പൊ കേരളത്തിലെ മണ്ണ് കൃഷി നോക്കുകയാണെങ്കിൽ കേരളത്തില് 90% മണ്ണും അസിഡിക്കാണ്. 90%. ഇതേ സ്വഭാവമുള്ള ഒരു അല്ലെങ്കിൽ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ, അതായത് നോർത്ത് ഈസ്റ്റില്. അവിടെയും ഈ അമ്ലത്വം കുറെ കൂടുതലാണ്. അപ്പൊ ഈ കേരളത്തെ നോക്കൂ, ഇതിൽ തിരുവനന്തപുരം, പിന്നെ കൊല്ലം ഈ ഏരിയ, പിന്നെ കുറച്ച് ഭാഗം ഈ പിന്നെ ആലപ്പുഴയ്ക്ക് എവിടെയായിട്ടുള്ള ഭാഗങ്ങളിലായിട്ട്, ബാക്കി എല്ലായിടത്തും ഭയങ്കര അസിഡിറ്റി. ഈ ബ്രൗൺ നിറം കാണുന്നതാണ് അതിന്റെ അമ്ലത്വം. ഏകദേശം 4 മുതൽ 5.5 വരെയുള്ള അമ്ലത്വമാണ്. ഏകദേശം 7 ന്യൂട്രലാണ്, 7-ന്റെ 10 ഇരട്ടിയാണ് 6-ന്റെ 10 ഇരട്ടിയാണ് പിന്നെ 5-ന്റെ 10 ഇരട്ടിയാണ്. 1000 ഇരട്ടി കുറവാണ്, 1000 കൂടുതലാണ് അമ്ലത്വം ഈ ഭാഗത്തൊക്കെ. എന്നാൽ 3 സ്ഥലത്ത്, അതായത് നമ്മളുടെ പാലക്കാട്ട്, ആലത്തൂർ ആ ബെൽറ്റില്, തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത്, പിന്നെ കുറച്ച് ഭാഗത്ത് എറണാകുളത്തും മാത്രമേ ന്യൂട്രലോ ആൽക്കലൈൻ ആയിട്ടുള്ള ഭാഗമുള്ളൂ. ബാക്കി എല്ലായിടത്തും നമ്മളുടെ മണ്ണ് ഇതാണ്. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മളെ കേരളത്തിലെ മണ്ണിന് ഈ അമ്ലത്വം കൂടിയിരിക്കുന്നത്? അതായത് ഒന്ന് ചെറുതായിട്ടൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതായത് ഈ അമ്ലത്വം കൂടുവാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ മണ്ണ് ഉണ്ടാവാൻ സഹായിച്ച അതിന്റെ ബേസ് റോക്ക്, മണ്ണിലത്തെ റോക്കിൽ നിന്നാണ് മണ്ണുണ്ടായിട്ടുള്ളത്. നമ്മളെ ബേസ് റോക്ക് മുഴുവൻ അസിഡിക്കാണ്. അപ്പൊ അസിഡിക് ആയതിനെ കൊണ്ട് അതിൽ നിന്ന് മണ്ണുണ്ടായപ്പോൾ നാച്ചുറലി നമ്മുടെ മണ്ണ് അസിഡിക്കായി. രണ്ടാമത്തെ ഒരു കാരണം, നമ്മൾക്ക് ധാരാളം മഴയുണ്ട്. ഒരു ജനറൽ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 1400 മില്ലിമീറ്റർ കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലത്താണെങ്കിൽ അവിടുത്തെ മണ്ണ് അസിഡിക് ആയിരിക്കും. എന്ത് കാരണം വെച്ചാൽ, കൂടുതലായിട്ട് മഴ പെയ്യുമ്പോൾ ഈ മണ്ണിലെ പിന്നെ ക്ഷാര വസ്തുക്കൾ മുഴുവൻ വെള്ളത്തിൽ ലയിച്ചു ചേർന്ന് ഒലിച്ചു പോകും. ബാക്കി അമ്ലസ്വഭാവമുള്ള സാധനങ്ങൾ മാത്രമേ ഉണ്ടാവൂ. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ആകാശത്തിൽ എപ്പോഴും ധാരാളമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഈ ധാരാളമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുമ്പോൾ മഴ പെയ്യുമ്പോൾ ഈ വെള്ളത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് അലിഞ്ഞും ചേർന്നിട്ട് കാർബോണിക് ആസിഡ് ഉണ്ടാവും. ഈ കാർബോണിക് ആസിഡാണ് നമ്മളെ മണ്ണിലേക്ക് ധാരാളം പെയ്തിറങ്ങുന്നത്. ഈ പെയ്തിറങ്ങുമ്പോൾ മണ്ണിലെ അമ്ലത്വം കൂടിക്കൂടി വരുന്നു. പിന്നെ ചില സന്ദർഭങ്ങളിൽ, എസ്പെഷ്യലി നമ്മുടെ കേരളത്തിലെ ആണെങ്കിൽ ആലുവ ബെൽറ്റിലൊക്കെ ആസിഡ് റെയിൻ മാതിരി ഉണ്ടാവും. അവിടുത്തെ സൾഫറും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന പിന്നെ മഴവെള്ളത്തിന് ഏകദേശം 3.5 to 4 pH ഒക്കെയാണ് വരുന്നത്. സാധാരണഗതിയിൽ നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അതിന് ആദ്യത്തെ മഴയിൽ ഏകദേശം 5 to 5.5 ഒക്കെ ആയിട്ട് അസിഡിറ്റി ആയിരിക്കും. കുറച്ച് മഴ പെയ്ത് കഴിഞ്ഞാൽ ആ കാർബൺ ഡൈ ഓക്സൈഡ് മുഴുവൻ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പിന്നെ വെള്ളം നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമായിരിക്കും. അപ്പം ഇതെല്ലാം കാരണമാണ് നമ്മളുടെ പിന്നെ കേരളത്തിലെ മണ്ണില് അമ്ലത്വം കൂടുവാനുള്ള കാരണം. ഇപ്പൊ ഈ അമ്ലത്വം കൂടുതൽ ഉണ്ടാവുന്നത് കൊണ്ട് നമുക്ക് കുറെ ദോഷങ്ങളുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ അതിന് മുമ്പായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞതാണ്, കേരളത്തിലെ 90% മണ്ണിലും അമ്ലസ്വഭാവമുള്ളതാണ്. 54% pH 3.5 to 5.5 ആണ്. അപ്പോഴ് നമ്മളുടെ തൊട്ടുകടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടില്, അല്ലെങ്കിൽ ആയാലും വേണ്ടില്ല, കർണാടക ആയാലും വേണ്ടില്ല, ആന്ധ്രയിലും, അപ്പൊ എല്ലായിടത്തും അവിടെ എല്ലാതും ആൽക്കലൈൻ സോയിൽസ് ആണ്. അപ്പൊ അവിടെ നമ്മളെ പല കാര്യങ്ങളും അവിടുത്തെ പിന്നെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് അവിടുത്തെ മണ്ണും ഇവിടുത്തെ മണ്ണും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് അവിടെയൊക്കെ അധികം ആൽക്കലൈനാണ്. പിന്നെ ഏറ്റവും കൂടുതൽ അമ്ലത്വമുള്ളത് ഈ പൊക്കാളി, കോൾപ്പാടം എന്ന് പറഞ്ഞിട്ടുള്ള കടലത്തിനായിട്ട് കിടക്കുന്നതാണ്. പിന്നെ ഇപ്പം പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, ഞങ്ങളെ ഈ വെള്ളത്തിൻ്റെ ഇതായാലും അസിഡിറ്റിന്റെ പ്രശ്നമൊന്നും കാണുന്നില്ല. അതിനൊരു കാരണമുണ്ട്. വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ
അവിടെ അസിഡിറ്റി കുറവായിരിക്കും. പക്ഷെ അതേ വെള്ളം ഉണങ്ങിക്കഴിഞ്ഞാൽ ആ മണ്ണിൽ അസിഡിറ്റി ഭയങ്കരമായിട്ട് കൂടും. അതിൻ്റെ ഒരു പല കാര്യങ്ങളൊക്കെ അതിൻ്റെ കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, പിന്നെ ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയുമ്പോഴും നമ്മൾ മണ്ണിൽ അമ്ലത്വമുണ്ട്. പക്ഷെ മണ്ണിലെ അമ്ലത്വം എന്ന് പറയുന്നത് മേൽഭാഗത്ത് മാത്രമല്ല അമ്ലത്വം ഉള്ളത്. മണ്ണിന്റെ ടോപ്പ് സോയിലിന്റെ താഴെയായിട്ടുള്ള സ്ഥലത്തും ഈ അമ്ലത്വമുണ്ട്. പിന്നെ സബ് സോയിൽ അസിഡിറ്റി എന്ന് പറയും, മണ്ണിന്റെ താഴെയുള്ള അസിഡിറ്റി. അതുകൊണ്ടാണ് പലപ്പോഴും പല ചെടികളും കുറച്ച് വളർച്ച എത്തിക്കഴിഞ്ഞാൽ ഇത് മുരടിച്ചു പോകും. എന്താ കാരണം വെച്ചാൽ അവിടെ വേര് പോയിട്ട് താഴെയുള്ള സബ് സർഫസ് ഏരിയയിൽ വന്ന് തട്ടുമ്പോൾ അവിടെ അലുമിനിയം ടോക്സൈഡ് ഉണ്ടാവും, അങ്ങനെ കുറെ ടോക്സിറ്റി ഉണ്ടാവും ഹൈ അസിഡിറ്റി കാരണം. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ സബ് സർഫസ് അസിഡിറ്റി മാറ്റുവാൻ നമ്മൾ ശ്രമം നടത്തുന്നത് വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളെ കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മളെ പല ചെടികളുടെയും വളർച്ച കുറയുന്നതും അതിന്റെ വിളവിന്റെ കുറയുന്നതുമായിട്ടുള്ള ഒരു കാരണം ഈ ഇതാണ്. ഈ സബ്സർഫസ് അസിഡിറ്റി മാറ്റാൻ നമുക്ക് പലപ്പോഴും പറ്റുന്നില്ല, അതിന് ചില കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾക്ക് ഈ അമ്ലത്വത്തിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നമ്മളെ നിത്യജീവിതത്തിൽ നമ്മൾ ഉണ്ടാകുന്ന അമ്ലത്വത്തിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു കമ്പാരിസൺ കിട്ടും. നമ്മൾ സാധാരണ ബാറ്ററിക്ക് വയ്ക്കുന്ന ബാറ്ററി ആസിഡിൽ അത് 0.5 ആണ്. നമ്മളെ സ്റ്റൊമക്കിലുള്ള 1.5 to 2 ആണ്. ചെറുനാരങ്ങ നീരിന്റെ 2.4. പക്ഷേ പിന്നെ പാലൊക്കെ ഓൾമോസ്റ്റ് ന്യൂട്രൽ ആണ്, 6.5. ശുദ്ധവെള്ളം 7, ഉമിനീര് 6.5, 7. അപ്പൊ നമ്മൾ പലപ്പോഴും പറയുന്നതാണ് നമ്മൾ പിന്നെ ഊണ് കഴിച്ച വഴിക്ക് പല്ല് തേക്കണം, അല്ലെങ്കിൽ അത് കാരണം വെച്ചാൽ നമ്മൾ ഷുഗർ കഴിക്കുകയാണെങ്കിൽ അത് കൺവേർട്ട് ചെയ്തിട്ട് ആസിഡായി മാറും. അപ്പൊ ആസിഡായി മാറുമ്പോൾ നമ്മൾ പേസ്റ്റ് കൊണ്ട് പല്ല് തേക്കുമ്പോൾ പേസ്റ്റ് ഈസ് ആൽക്കലൈൻ. ഒന്നുകിൽ പേസ്റ്റ് ആവാം, അല്ലെങ്കിൽ നമ്മളെ പണ്ട് കാലത്ത് ഉപയോഗിക്കുന്ന വേപ്പിന്റെ ഇല്ലേ, വേപ്പിന് തണ്ടൊക്കെ, വേപ്പിന്റെ ഇല, പ്ലാവിന്റെ ഇല, ഇതൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം തന്നെ ആൽക്കലൈൻ ആണ്. വേപ്പിന്റെ തണ്ട് എന്ന് പറയുന്നത് 8.2 ആണ്. അത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ വായലത്തെ ഇത് മുഴുവൻ അസിഡിറ്റി മുഴുവൻ ക്ലിയർ ആയി വരും. അപ്പൊ അങ്ങനെ രക്തത്തിൽ ഫോർ എക്സാമ്പിൾ 7.34 to 7.45. നമ്മളെ ഇവിടെ സസ്യത്തിന്റെ എന്ന് പറയുന്നത്, സസ്യത്തിന്റെ സാപ്പ് എന്ന് പറയുന്നത് 6.4 ആണ്. സാധാരണഗതിയിൽ ഒരു ഹെൽത്തി പ്ലാന്റ്, ഇറ്റ് മേ വേരി, അത് ഓരോരുത്തരുടെ കാര്യത്തിൽ വെച്ചിട്ട് മാറാൻ മതി, പക്ഷെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റിന്റെ പിന്നെ pH 6.4 ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും മനുഷ്യ ശരീരത്തിൽ എപ്പോഴും ഡോക്ടേഴ്സ് പറയാറുണ്ട് അതിന്റെ pH ഈ കുറച്ച് മാറിക്കഴിഞ്ഞാൽ, ചെറിയ മാറ്റങ്ങൾ വന്നാൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരും. അതേ പ്രശ്നങ്ങള് ചെടിക്കുമുണ്ട്. പക്ഷെ ചെടിക്ക് അത് വിളിച്ച് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അതിന്റെ pH മാറിക്കഴിഞ്ഞാൽ അത് സഫർ ചെയ്യല്ലാണ്ട് അത് എങ്ങനെയാണെന്നുള്ള കാര്യം ചെടിക്ക് പറ്റുന്നില്ല. പക്ഷെ ആ കാര്യമാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ മണ്ണിലെ മാത്രം pH മാത്രം നോക്കിയാൽ പോരാ, പിന്നെ ചെടിയുടെ സാപ്പിന്റെ, പ്ലാന്റ് സാപ്പിന്റെ pH കൂടി നെക്സ്റ്റ് സ്റ്റേജിൽ, ഇപ്പൊ നമ്മൾ കുറച്ചും കൂടി അഗ്രികൾച്ചറിൽ കുറച്ചും കൂടി ഒരു പുരോഗതി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്ലാന്റിന്റെ സാപ്പ് കൂടി നോക്കേണ്ടി വരും. ഇപ്പം പല ഫോറിൻ കൺട്രീസിലും ഇപ്പൊ അവരെ പ്ലാന്റ് സാപ്പ് അനാലിസ് ചെയ്തിട്ട് എത്രത്തോളം ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യത്തിൽ പറയും. ഈ ഇതില് നമ്മുടെ നമുക്ക് എത്രത്തോളം ന്യൂട്രിയൻസ് ഇത് ഈ സൈഡ് കാണുന്നുണ്ടോ? ഹലോ, അപ്പൊ നമുക്ക് 17 മൂലകങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ചെടിക്ക്, ഒരു ചെടിയുടെ 17 മൂലകങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഈ 17 മൂലകങ്ങളിൽ 6 എണ്ണം കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, അതിനെ മേജർ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പ്രാഥമിക മൂലകങ്ങൾ എന്ന് പറയും. അതായത് അതിൽ ഏറ്റവും അധികം ചെടിക്ക് ആവശ്യമുള്ളത് ഈ 6 എണ്ണമാണ്. അതിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കിട്ടുന്നതിനെ കൊണ്ട്, അറ്റ്മോസ്ഫിയറിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് കിട്ടുന്നതിനെ കൊണ്ട് അതിനെപ്പറ്റി നമ്മൾ ബോധർ ചെയ്യാറില്ല. എന്നാൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, NPK എന്ന് പറയുന്ന നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, ഈ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം ലാർജ് ക്വാണ്ടിറ്റി ആയിട്ട് ചെടിക്ക് ആവശ്യമുണ്ട് കമ്പാരിറ്റീവ്ലി. പിന്നെ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്
സെക്കൻഡറി ന്യൂട്രിയൻസ് എന്ന് പറയും. ദ്വിതീയ മൂലകങ്ങൾ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ. മൂന്നാമത്തെ സൂക്ഷ്മ മൂലകങ്ങൾ വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷേ അത് ഇല്ലെങ്കിൽ ഒരുപാട് ഡെഫിഷ്യൻസി സിംറ്റംസ് കാണിക്കും, ശരീരം കാണിക്കും. ഇരുമ്പ്, മാംഗനീസ്, സിങ്ക്, മോളിബ്ഡിനം, ബോറോൺ, നിക്കൽ, ക്ലോറിൻ, ചെമ്പ്, ഇങ്ങനെ കോപ്പർ, ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു 8 മൂലകങ്ങൾ. ഈ 17 മൂലകങ്ങൾ നമുക്ക് ശരിക്കും ആവശ്യമാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ എപ്പോഴെങ്കിലും ഈ എല്ലാ മൂലകങ്ങളുടെയും ഡെഫിഷ്യൻസി സിംറ്റംസ് നമ്മൾക്ക് പ്ലാന്റിൽ കാണാൻ പറ്റും. ഒരു വേറൊരു ഡിസ്കഷന് വേണ്ടി വരാണ്. പക്ഷെ ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം. ചിലപ്പോൾ നമ്മളെ തക്കാളിക്ക് മേടിക്കുകയാണെങ്കിൽ, വെണ്ട മേടിക്കണം, മുളക് മേടിക്കുകയാണെങ്കിൽ ചെയ്യാൻ അതിന്റെ അടിവശത്ത് ഒരു കറുപ്പൊരു ബ്രാഞ്ച്, ഒരു ഇത് വരും, പാച്ച് കാണാം. ആ പാച്ച് ഉണ്ടെങ്കിൽ കുരുമുളകിന് അറ്റം കരിഞ്ഞിരിക്കുന്നത് കാണാം. ഇതൊക്കെ ഡെഫിഷ്യൻസിന്റെ ആണ്. ഫോർ എക്സാമ്പിൾ കാൽഷ്യത്തിന്റെയും ബോറോന്റെയും ഡെഫിഷ്യൻസിയാണ്. ചിലപ്പോൾ തെങ്ങിന്റെ ഇല ശരിക്കും വിടരാതെ ഒരു താറാവിന്റെ ഒക്കെ കാലുമായിട്ടുള്ള വെബ് ചെയ്ത് നിൽക്കണം. അത് ബോറോൺ ഡെഫിഷ്യൻസിയാണ്. പിന്നെ നമുക്ക് ഒരു ശ്രദ്ധിച്ച് നോക്കിയാൽ പലപ്പോഴും ഞാൻ ഊണ് കഴിക്കാൻ ഇരിക്കുമ്പോൾ ഇല നോക്കുമ്പോൾ അതിനകത്ത് ഇടയ്ക്ക് വരകൾ കാണും. ഒരു മുണ്ടിന്റെ ഒക്കെ ഞൊറി വലിച്ചു കഴിഞ്ഞാൽ ഒരു അൺഈവൻ കാണും. അതും കാൽഷ്യം ഡെഫിഷ്യൻ. അങ്ങനെ ഓരോന്നിനും ഓരോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഉണ്ട്. ഞാൻ എന്താണ് ഇത് കാണിക്കാൻ കാരണം ഉണ്ടെങ്കിൽ, ഈ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴും അത് എങ്ങനെയാണ് ചെടിയുടെ വളർച്ചയെ ബാധിക്കുക എന്നുള്ളത് കാണിച്ചില്ല. ഇതാണ് ഈ പലതരം ന്യൂട്രിയൻസ്. ഏറ്റവും നല്ല pH എന്ന് പറയുന്നത് 6.5 to 7.5 ആ റേഞ്ചിൽ ഇരിക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാ ന്യൂട്രിയൻസും ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റും. പക്ഷേ അതിന്റെ pH മാറും തോറും ഓരോ ന്യൂട്രിയൻസിന്റെയും ലഭ്യത നമ്മൾ മണ്ണിൽ എത്രത്തോളം ഇട്ട് കൊടുത്താലും വേണ്ടില്ല, ആ മണ്ണിൽ ഇട്ട് കൊടുത്താലും വേണ്ടില്ല, ആ ചെടിക്ക് അത് വലിച്ചെടുക്കാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ നൈട്രജൻ എന്ന് പറയുന്നത് ഏറ്റവും അധികം ലഭ്യമാകുന്നത് പിന്നെ ഒരു 7 6.5 മുതൽ 7 വരെ നമുക്ക് നടുവ് നോക്കി കാണാം. പച്ച ബ്രോഡ് ബാൻഡ്. അപ്പം ആദ്യം ഞാൻ ഹൈലി അസിഡിക്, മൈൽഡ് അസിഡിക്, സ്ലൈറ്റ്ലി അസിഡിക്, വെരി സ്ലൈറ്റ്ലി അസിഡിക്, വെരി സ്ലൈറ്റ്ലി ആൽക്കലൈൻ, സ്ലൈറ്റ്ലി ആൽക്കലൈൻ, അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഹൈലി അസിഡിക് ആയാലും വേണ്ടില്ല, ഹൈലി ആൽക്കലൈൻ ആയാലും വേണ്ടില്ല, നൈട്രജൻ അബ്സോർപ്ഷൻ വളരെ കുറവായിരിക്കും. അപ്പം ഹൈലി അസിഡിക് ആണെങ്കിൽ തന്നെയും നമുക്ക് ചെടിക്ക് വലിച്ചെടുക്കാനേ പറ്റില്ല. നോക്കി കാണാൻ അവിടെ ഒരു നാരോ ഒരു പിന്ന് മാത്രമേ ഉള്ളൂ. ഫോസ്ഫറസ് നോക്കൂ, അതിന്റെ വേറെ രസമുള്ള ഇതാണ്. അത് ഏറ്റവും ഉണ്ടാവുന്ന ഒരു 5.5 അല്ല 6 മുതൽ 7 വരെ ആണ് ഏറ്റവും അധികം വലിച്ചെടുക്കാൻ പറ്റും. അത് കുറച്ച് ആൽക്കലൈൻ സൈഡിൽ വലിക്കാൻ പറ്റും. പിന്നെ അത് കുറയും. പിന്നെ ഹൈലി ആൽക്കലൈൻ രണ്ടാമതും കൂടും. ഇങ്ങനെ ഓരോരോ ന്യൂട്രിയൻസിനും പൊട്ടാഷ്യം ആണെങ്കിൽ പിന്നെ ഒരു 6 വന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര ആൽക്കലൈൻ ആയാലും വേണ്ടി ഒരു പ്രശ്നമില്ല. സൾഫർ അതേമാതിരി തന്നെ. സൾഫറിനും ആൽക്കലൈൻ ആയാൽ എത്രത്തോളം അബ്സോർബ് ചെയ്യാൻ പറ്റും. പക്ഷേ കാൽസ്യം ആണെങ്കിൽ ഹൈലി അസിഡിക് ആയാൻ പറ്റില്ല, ഹൈലി ആൽക്കലൈൻ ആയാൻ പറ്റില്ല. മഗ്നീഷ്യം, ഇതൊക്കെ നോക്കിയാൽ കാണാം. നമുക്ക് ഓരോരോ ന്യൂട്രിയൻസിനും ഏത് pHയിലാണ് ഏറ്റവും അധികം അബ്സോർബ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാർട്ടാണ്. പക്ഷെ നമ്മൾ ഇതിനെപ്പറ്റി തീരെ ബോധേഡല്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ pHും ഈ അബ്സോർപ്ഷനായിട്ട് ഒന്നും നോക്കാറില്ല. അപ്പൊ അത് കാരണം പലപ്പോഴും നമ്മൾക്ക് വേണ്ട അളവിൽ പിന്നെ ഇത് മെഷർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മണ്ണ് നോക്കുന്നില്ല. അപ്പൊ പലപ്പോഴും ഞാൻ കുറച്ചു കാലം മുമ്പ് ഇവിടെ പോയിരുന്നു, പഞ്ചാബിൽ പോയിട്ട് ഇതിൽ പോയിരുന്നു. പഞ്ചാബിൽ പോയപ്പം അവിടുത്തെ കൃഷിക്കാര് ഇൻവേരിയബിളി അവര് ഓരോരോ ക്രോപ്പ് ഇടുന്നതിന് മുൻപായിട്ട് അവര് മണ്ണിന്റെ pHും നോക്കുന്നുണ്ട്, അവര് ന്യൂട്രിയൻസും നോക്കുന്നുണ്ട്. അതിന് ആ ന്യൂട്രിയൻസ് നോക്കി അവർക്ക് തന്നെ ഒരു സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കിറ്റ് ഉണ്ട്. അപ്പൊ ആ കിറ്റ് ഞാൻ നോക്കിയപ്പോൾ ആ കിറ്റ് ഉണ്ടാക്കുന്ന കേരളത്തിലാണ്. പക്ഷെ കേരളത്തിൽ ഈ കിറ്റ് ആരും ഉപയോഗിക്കുന്നില്ല, വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കുന്നില്ല. കേരളത്തിൽ ആരും തന്നെ സ്വന്തമായിട്ട് pH നോക്കുന്നില്ല. ഇപ്പം പുതുതായിട്ട് കുറച്ചെങ്കിലും ഹൈടെക് അഗ്രികൾച്ചർ ഉണ്ടാകുന്ന ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നല്ലാണ്ട് സാധാരണ ഒരു കൃഷിക്കാര് ഇതിനെപ്പറ്റി തീരെ ബോധവാന്മാരല്ല. അപ്പൊ അത് എങ്ങനെയാണ് നോക്കുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് വളരെ സുഖമായിട്ട് നോക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഞാനൊരു ചെറിയ കണക്കോടെ കാണിക്കുന്നത്. ഇപ്പം നമ്മളെ pH
മണ്ണില് pH 4.5 ആണെങ്കിൽ ഏകദേശം ഒരു 30% വരെ മാത്രം നൈട്രജനെ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. 100 രൂപയുടെ നൈട്രജൻ കൊടുക്കുകയാണെങ്കിൽ 30 രൂപയുടെ നൈട്രജൻ മാത്രമേ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. ബാക്കി 70% അത് വേസ്റ്റ് ആയി പോവുകയാണ്. പൊട്ടാഷ് ആണെങ്കിൽ 20% പറ്റുള്ളൂ. ഫോസ്ഫറസ് ആണെങ്കിൽ, പൊട്ടാഷ് ആണെങ്കിൽ ഏകദേശം ഒരു 30-32%. അതേ സാധനം, അതേ ന്യൂട്രിയൻസ് ഒരു മാറ്റവും ഇല്ലാണ്ട് മണ്ണിന്റെ pH 5 ആക്കി കഴിഞ്ഞാൽ നോക്കൂ, നിങ്ങളുടെ ന്യൂട്രിയൻ അവൈലബിലിറ്റി വളരെയധികം കൂടി. 5.5 ആകുമ്പോഴേക്ക് അത് പിന്നെയും കൂടി, 6 ആകുമ്പോഴേക്ക് വളരെ കൂടി, 7 ആകുമ്പോഴേക്കും എല്ലാ ന്യൂട്രിയൻസും ഓൾമോസ്റ്റ് 100% നമ്മൾ കൊടുക്കുന്ന ന്യൂട്രിയൻസ് മുഴുവൻ തന്നെ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലായിട്ട്. അപ്പൊ ഈ വ്യത്യാസം വന്നത് ഒറ്റ കാരണം കൊണ്ടാണ്, മണ്ണിലെ pH. അപ്പൊ ഈ മണ്ണിലെ pH പിന്നെ നമ്മൾക്ക് സ്വന്തമായിട്ട് നമ്മൾ വളരെ ഇപ്പോഴൊക്കെ ഫെർട്ടിലൈസർ ഈസ് വെരി എക്സ്പെൻസീവ്. ഇപ്പൊ ഈ ഫെർട്ടിലൈസർ വളരെ എക്സ്പെൻസീവ് ആയ സന്ദർഭത്തിൽ നമ്മൾ മനസ്സമാധാനത്തിന് വേണ്ടി ചെടിയിൽ മണ്ണിൽ ഫെർട്ടിലൈസർ ഇട്ടിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കുക എന്താ, നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസർ മുഴുവൻ തന്നെ ഉപയോഗിച്ചു. പക്ഷേ ഇതാണ് അതിന്റെ സ്ഥിതി. ഇതേമാതിരി തന്നെ മൈക്രോ ന്യൂട്രിയൻസ്, സെക്കൻഡറി ന്യൂട്രിയൻസിന്റെ ഒക്കെ ലിസ്റ്റ് ഉണ്ട്. പക്ഷെ ഞാൻ തൽക്കാലത്തേക്ക് ഇത് മാത്രമേ കാണിച്ചുള്ളൂ. അപ്പൊ അത് ഞാൻ നേരത്തെ പഞ്ചാബിന്റെ കേസ് പറയുകയാണെങ്കിൽ അവിടെ കണ്ട കൃഷിക്കാർ കാണുന്ന വെച്ചാൽ അവരാദ്യമായിട്ട് ഈ സ്വന്തമായിട്ട് ഈ ന്യൂട്രിയൻസ് നോക്കും. അല്ലെങ്കിൽ തന്നെ നമ്മളെ ഒരു ഫെർട്ടിലൈസർ ഡിപ്പോ പോയി കഴിഞ്ഞാൽ അവർക്ക് നോക്കാൻ പറ്റും. നമുക്ക് ഒന്നുമില്ലെങ്കിൽ തന്നെ നമ്മളുടെ മണ്ണിലെ pH നമുക്ക് സ്വന്തമായിട്ട് നോക്കാൻ പറ്റുന്നത്. അത് എങ്ങനെയാണ് നോക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മൾക്ക് pH നോക്കാൻ 2-3 എളുപ്പമായിട്ടുള്ള മാർഗമുണ്ട്. ഒന്ന് pH പേപ്പർ എന്ന് പറയും. ഈ pH പേപ്പർ എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു സ്ട്രിപ്പ് ഓഫ് പേപ്പറാണ്. അതിൽ പ്രത്യേക ടൈപ്പ് കെമിക്കൽ എംപ്രഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. ആ അതിന്റെ കൂടത്തെ ഒരു കളർ ചാർട്ടും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പണ്ടൊക്കെ ഷുഗർ ഒക്കെ നോക്കാൻ വേണ്ടി സ്ട്രിപ്പ് കിട്ടുന്നില്ല, അതേമാതിരി സ്ട്രിപ്പാണിത്. നമ്മൾ മണ്ണെടുക്കുന്ന എങ്ങനെ എടുക്കുകയാണെങ്കിൽ സോയിൽ ടെസ്റ്റിന് വേണ്ടി എടുക്കുന്ന അതേമാതിരി, അതായത് നമ്മുടെ ഒരു ഏക്കർ സ്ഥലമാണെങ്കിൽ 10 സ്ഥലത്തെങ്കിലും മണ്ണെടുക്കുക, മേൽഭാഗത്തെ മണ്ണ് മാറ്റി കഴിഞ്ഞിട്ട് അതിന് കുറച്ച് മണ്ണെടുക്കുക, എല്ലാം കൂടെ മിക്സ് ചെയ്യുക, അതൊന്ന് അരിച്ചിട്ട് കല്ലും ചെടിയുടെ ഭാഗങ്ങളൊക്കെ കളഞ്ഞ ശേഷം കുറച്ച് വെള്ളത്തിൽ 100 ഗ്രാം മണ്ണാണെങ്കിൽ ഏകദേശം 250-300 ml വെള്ളം ചേർക്കുക. ഈ വെള്ളം എന്ന് പറയുന്നത് കഴിയുന്നതും ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലെങ്കിൽ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന ബോട്ടിൽഡ് വാട്ടർ, ആ വാട്ടർ ഉപയോഗിക്കുക. അപ്പൊ അതിന് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഉപയോഗിക്കുന്ന ആ വെള്ളത്തിന്റെ pH ഒന്ന് ശ്രദ്ധിക്കണം. അതിനെ വേണ്ടിയിട്ട് എന്താ ചെയ്യണമെങ്കിൽ ഇതിനകത്തുനിന്ന് ഈ pH പേപ്പറിന്റെ അകത്തുനിന്ന് ഒരു സ്ട്രിപ്പ്, ഒരു കടലാസിന് ചെറിയ ഒരു 20-25 ഷീറ്റ് ഉണ്ടാവും, നമുക്ക് അതിന്റെ പകുതി മതിയോ, ഒരു പകുതി എടുത്തിട്ട് ഈ വെള്ളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ 100 ഗ്രാം മണ്ണ്, അതിനകത്ത് 250-300 ml ശുദ്ധമായിട്ടുള്ള pH ന്യൂട്രൽ ആയിട്ടുള്ള വെള്ളം എടുത്ത് ഒരു കുപ്പി ഇട്ടിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് സെറ്റിൽ ചെയ്യാൻ വെക്കുക. സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ ഈ കടലാസ് മുക്കുക. കടലാസിന്റെ പകുതി വറ്റം വരെ മുക്കിയാൽ മതി. വറ്റം വരെ മുക്കി കഴിഞ്ഞാൽ അത് രണ്ടാമത് ഉള്ളിലേക്ക് വലിച്ചു ചേർക്കും. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കളറ് മാറിക്കൊണ്ടിരിക്കും, പേപ്പറിന്റെ കളറ് മാറും. ഈ കളറ് മാറുന്നത് ഈ കളർ ചാർട്ട് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യാം. അപ്പൊ അതിനകത്ത് കളർ ചാർട്ടിൽ കൊടുത്തിട്ട് 4, 5, 3 കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ മണ്ണിന്റെ pH. അപ്പൊ ഇതാണ് ഏറ്റവും സിമ്പിളസ്റ്റ്. ദിസ് ഇസ് നോട്ട് വെരി, ഇത് വളരെ അക്യുറേറ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മളുടെ സാധാരണഗതിയിൽ നമുക്കൊരു സാധാരണ കൃഷിക്കാരന് ഇത് കൊണ്ട് ഒരു ഐഡിയ കിട്ടും. അപ്പം ഈ പലതരത്തിലുള്ള pH പേപ്പറും കിട്ടാനുണ്ട്. അത് ലോങ് റേഞ്ച് pH പേപ്പർ എന്ന് പറയും. 0 മുതൽ 14 വരെയുള്ള pH പേപ്പർ കിട്ടാനുണ്ട്. പക്ഷെ അത് നമുക്ക് ആവശ്യമില്ല. എന്താ കാരണം വെച്ചാൽ കേരളത്തിലെ മണ്ണ് മുഴുവൻ അസിഡിക്കാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അസിഡിക് റേഞ്ചിലുള്ള സ്ട്രിപ്പ് മാത്രം വെച്ചാൽ, അതായത് 0 മുതൽ 7 വരെയുള്ള, അതിനും കൂടി കുറച്ചായിട്ട് 3.5 to 7 ഉള്ള റേഞ്ചുള്ള pH പേപ്പേഴ്സ് ഉണ്ട്. അത് മേടിക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി അക്യുറേറ്റ് ആയിരിക്കും.
അപ്പൊ അത് മേടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ മണ്ണിന്റെ pH എത്രയാണെന്നുള്ളത്. അതാണ് ഒരു മെത്തേഡ്. ഇതൊരു സിംപ്ലസ്റ്റ് മെത്തേഡാണ്. രണ്ടാമത്തെ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ നമ്മുടെ ദ്രാവകം കിട്ടാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മണ്ണ് എടുത്തിട്ട് വെള്ളത്തെ കലക്കിയിട്ട് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് ആ വെള്ളത്തിൽ ഇതിന് ഒരു ഡ്രോപ്പ് അതിനകത്ത് ഒഴിക്കുക. ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ നിറം മാറും. ആ നിറം മാറുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ആ കുപ്പിയുടെ മുകളിൽ ഒരു ഇതുണ്ടാവും, ചാർട്ട് ഉണ്ടാവും. ആ ചാർട്ടായിട്ട് കമ്പയർ ചെയ്യുക. ആ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന്റെ ഇതറിയാൻ പറ്റും, ഈ എത്രത്തോളം pH, മണ്ണിലെ pH എന്താണെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതൊരു മെത്തേഡാണ് നമുക്ക് ചെയ്യേണ്ടത്. അത് കുറച്ചും കൂടെ അക്യുറേറ്റ് ആണ്. പിന്നെ മൂന്നാമത്തെ ഇതാണ് ഇപ്പോഴ് pH മീറ്റർ എന്ന സാധനമുണ്ട്. പണ്ടൊക്കെ നമുക്ക് pH മീറ്റർ വേണമെങ്കിൽ നമുക്കൊരു പിന്നെ ഇവിടെ എന്താ പറയാ ലാബറട്ടറി പോയിട്ട് നോക്കിയിരുന്നു. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇപ്പം പെൻ ടൈപ്പ് pH കിട്ടാറുണ്ട്. pH നോക്കാനുള്ള പെൻ ടൈപ്പ് ഉള്ള ഇതുണ്ട്, അത് വെച്ച് നോക്കാം. അല്ലെങ്കിൽ മണ്ണിലാണെങ്കിൽ നമുക്ക് സോയിൽ pH നോക്കാനുള്ള ഒരു സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ഒരു ഇതുണ്ട്, നോഡ് വെച്ച് നോക്കാൻ പറ്റും. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ pH നോക്കാം. ഇപ്പം ഞാനിപ്പം സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ നേരത്തെ കാണിച്ച ബുക്കിന്റെ ഞാൻ എഴുതിയൊരു ബുക്കിന്റെ ഇതായിരുന്നു. അപ്പൊ ഞാൻ ഈ ബുക്ക് കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ എല്ലാത്തിന്റെയും ഓരോ സ്ട്രിപ്പ് കൊടുക്കും, ഒരു 20 ഷീറ്റുള്ള ഒരു ബുക്ക് കൊടുക്കും. എന്ന കാരണത്തെ പലപ്പോഴും കൃഷിക്കാർ പോയിട്ട് മേടിക്കില്ല. അപ്പം ഞാനത് അവർക്ക് ഇങ്ങനത്തെ ഒരുമിച്ച് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഈ ബോക്സ് ഒരുമിച്ചേ കിട്ടുള്ളൂ, ഇൻഡിവിജ്വൽ സ്ട്രിപ്പായിട്ട് കിട്ടില്ല. ഇതിന് ചെറിയ ബുക്ക് 20 പേജിന്റെ ബുക്ക് കിട്ടില്ല. അപ്പൊ നമ്മൾക്ക് ഏതെങ്കിലും കൃഷിക്കാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഗ്രൂപ്പ് ഒരു ബോക്സ് മേടിച്ചിട്ട് ആ ബോക്സിൽ ഒരു ചെറിയ ബുക്ക്ലെറ്റ് എടുത്ത് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ കൃഷിക്കാർക്ക് വളരെ എളുപ്പത്തിൽ നോക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ഇത് നോക്കുക. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതുകൊണ്ട് ഞാൻ നേരത്തെ കണക്ക് പറഞ്ഞു എത്രത്തോളം നഷ്ടം വരുന്നുണ്ടത്. ഇവിടെ നോക്കൂ, ഞാൻ അതിന്റെ കുറച്ചും കൂടി എലാബറേറ്റ് ആയിട്ട് ഞാൻ കണക്ക് കാണിച്ചു പിടിക്കുകയാണ്. അതായത് 4 pH ആണെങ്കിൽ ഞാൻ നേരത്തെ കണക്ക് തന്നെ 30, ഫോസ്ഫറസ് 23, പൊട്ടാഷ് 33, ഇത്ര മൂല്യം മാത്രമേ ഇതാവുന്നുള്ളൂ. അപ്പൊ നമ്മള് എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാല് നമ്മള് 71% രാസവളം നഷ്ടപ്പെടുകയാണ്. നമുക്ക് അവിടെ കിട്ടുന്ന 29% മാത്രമേ കിട്ടുന്നുള്ളൂ. pH 4.5 ആണെങ്കിൽ 5 ആണെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് 4.5 ആകുമ്പോൾ നഷ്ടപ്പെടുന്നത് 54%. അപ്പം 46% രാസവളം മാത്രമേ നമുക്ക് ലഭ്യമാവുന്നുള്ളൂ. 5.5 ആണെങ്കിൽ 33%. അപ്പൊ നോക്കൂ, 4.5 5.5 ആക്കാൻ ഒരു ഡിജിറ്റേ മാറിയിട്ടുള്ളൂ. നമുക്ക് നഷ്ടപ്പെടുന്നത് പിന്നെ 71% നഷ്ടപ്പെടുന്നതിന് പകരം ഇവിടെ 33% മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ. 6 ആകുമ്പോൾ 20%, 6.5 ആകുമ്പോൾ നമുക്ക് ഏകദേശം 6.5 7 ആകുമ്പോഴേക്ക് നമുക്ക് ഒരു വിധത്തിലുള്ള എല്ലാ ന്യൂട്രിയൻസും ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റും. ഈ കാര്യം ഇപ്പൊ നമ്മളെ കൃഷിക്കാരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ എന്താ കാര്യം മനസ്സിലാവുന്നില്ല. നമ്മൾ pH ഉണ്ടെങ്കിൽ പിന്നെ ന്യൂട്രിയൻസ് കിട്ടുന്നില്ല, ഒരുപാട് ദോഷം ഉണ്ടാവുന്നൊക്കെ പറയും. പക്ഷേ കൃഷിക്കാർക്ക് കൂടുതൽ മനസ്സിലാവാൻ, കൃഷിക്കാർക്ക് അത് അബ്സോർബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏറ്റവും ശ്രമിക്കുന്നത് നമ്മൾ ഏത് കാര്യം സാമ്പത്തികമായിട്ട് കണക്കാക്കുക. ഇപ്പം 100 രൂപ ചിലവാക്കിയിട്ട് നമുക്ക് 71 രൂപ നഷ്ടപ്പെടുകയാണെങ്കിൽ ആ കൃഷിക്കാരൻ തീർച്ചയായിട്ടും പിന്നെ അത് ആ നഷ്ടം മാറ്റാൻ വേണ്ടി ശ്രമം നടത്തും. പക്ഷെ അതല്ല നമ്മൾ pH കുറയ്ക്കണം കൂട്ടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിക്കാർക്ക് അത് വേണ്ട മാതിരി അതൊരു മനസ്സ് തട്ടി നിൽക്കില്ല. അപ്പൊ അതൊരു പ്രത്യേക കാര്യമാണ്. പിന്നെ നമ്മൾ ചിലപ്പോൾ നമുക്ക് നോക്കുകയാണ് ഒരേ സാധനം തന്നെ, ഫോർ എക്സാമ്പിൾ ഹൈഡ്രാഞ്ചിയ എന്നുള്ള ഒരു ഫ്ലവർ ഉണ്ട്. ചിലപ്പോൾ ചില വീട്ടിൽ പോയി കാണാൻ നമ്മൾ അത് നീലിയായിരിക്കും, അപ്പൊ മറ്റേ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അത് ചുവപ്പായിരിക്കും. ഇത് ഈ കാണുന്നത് മണ്ണിന്റെ അമ്ലത്വത്തിന്റെ കാരണമാണ്. ഇതേ സംഭവങ്ങൾ ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയാം, ഞാൻ മറ്റൊരിടത്ത് ചെടി മേടിച്ചു കൊണ്ടുവന്നു, എൻ്റെ നട്ടിൽ വിട്ടപ്പം അത് ശരിക്കും വളർന്നില്ല. അല്ലെങ്കിൽ ഞാൻ റോസ് മേടിച്ചു വന്നു, ഇവിടെ വന്നപ്പം ആ റോസിന് ഭംഗിയില്ല. പലപ്പോഴും നമ്മൾ ആൾക്കാരൊക്കെ ചെയ്യുന്നതാണ്
പല തമിഴ്നാട്ടിൽ നിന്ന് പോയിട്ട് നല്ല ഫ്ലവറിങ് പ്ലാന്റ്സ്, അതേമാതിരി തന്നെ ചെറിയ ചെടികളൊക്കെ മേടിച്ചു കൊണ്ടുവരും. പക്ഷെ അതിവിടെ വളരില്ലാണ്. പലപ്പോഴും pH ന്യൂട്രൽ അല്ലെങ്കിൽ അത് വളരില്ല, വേണ്ട മാതിരി ചെയ്യില്ല. ചെടിയുടെ ഭംഗിയെ മാറും, ചെടിയുടെ ഫ്ലവറിന്റെ നിറം മാറും, ചെടിയുടെ ഷേപ്പ് മാറും, ലീഫിന്റെ ഷേപ്പ് ഒക്കെ മാറും. ഇതൊക്കെ കാരണം നമ്മുടെ മണ്ണിലെ അമ്ലത്വം കൊണ്ടാണ്. അത് പലരും അത് ശ്രദ്ധിക്കാറില്ല. ഇത് വളരെ വ്യക്തമായിട്ട് ഞാൻ കാണിക്കാൻ കാരണം ഇത് വളരെ ക്യാച്ചിയാണ്. പലപ്പോഴും ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഫ്ലവറാണ് നമ്മളെ ഹൈഡ്രാഞ്ചിയ ബ്ലൂവിലും. നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള ഒരു ചെടിയുടെ ചുവട്ടില് നമുക്ക് ആദ്യം ബ്ലൂ ആണ് കിട്ടുന്നെങ്കിൽ അതിനെ ഇതാക്കി കഴിഞ്ഞാൽ pH അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡായി മാറും. അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. ഇങ്ങനത്തെ പല കാര്യങ്ങളും ഈ അസിഡിറ്റിയുമായിട്ടുള്ള ബന്ധമുണ്ട്. ഇപ്പം ഈ അമ്ലത്വം കൂടിയാൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താണ്? അമ്ലത്വം കൂടുകയാണെന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന pHന്റെ നമ്പർ കുറയുന്നത്, 7 നിന്ന് താഴത്തേക്ക് വരുന്നതോടും എന്താ സംഭവിക്കുന്നത്? ഒന്ന്, നമ്മളുടെ വിളവ് കുറയും. വിളവ് കുറയാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താണ്? ചെടിക്ക് ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. ആ ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ പറ്റാത്തതിന്റെ സന്ദർഭം വരുമ്പോഴേക്ക് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി സിംറ്റംസ് കാണിക്കും. അപ്പം പലപ്പോഴും കൃഷിക്കാരെ പറയും, ഞാൻ എല്ലാ ന്യൂട്രിയൻസും കൊടുത്തു, പക്ഷെ എന്നിരുന്നാലും എനിക്ക് ചെടിക്ക് വളരെ വരുന്നില്ല. പക്ഷെ അവിടെ വളരെ അസിഡിക് ആണെങ്കിൽ അവിടെ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല, എത്ര കൊടുത്താലും വേണ്ടില്ല. അപ്പൊ അതൊരു കാര്യം. രണ്ടാമത്തെ, പലപ്പോഴും നമ്മുടെ ഈ ചെടികളുടെ എപ്പോഴും ഒരു സിക്ക് ലുക്കായിരിക്കും. പലപ്പോഴും നമ്മൾ നോക്കിയിട്ടുണ്ട് പല ചെടികളിലും വെൻ കമ്പയർഡ് ടു മെനി അതർ സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ നല്ല ചെടി നല്ല ഹെൽത്തി ലുക്കാണ്, ഇവിടുത്തെ ആകുമ്പോഴേക്ക് അത് ഹെൽത്ത് അല്ല, ഒരു നല്ല ഒരു ഇതില്ല, ഒരു അട്രാക്റ്റീവ് ലുക്കായിരിക്കില്ല. അതൊരു ഇതാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ നാട്ടില് ഈ പയറ് ചെടികൾ പലപ്പോഴും പൾസസ് ഇൻ ജനറൽ വളരുന്നത് കുറവായിരിക്കും. ആപ്പടെ നമ്മൾ വരുന്നത് ഇവിടെ പിന്നെ ഇത് മാത്രമേ ഉള്ളൂ, പച്ചപ്പയർ അല്ലെങ്കിൽ പിന്നെ കൗപ്പീസ് മാത്രമേ ഉള്ളൂ, മറ്റേ പയർ വർക്കും കാണില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ ഈ എല്ലാ പയറിലും അതിൻ്റെ വേരുകളിൽ റൈസോബിയം എന്നുള്ള നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ ഉണ്ട്. ഈ നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയക്ക് മണ്ണില് ഉണ്ടാവണമെങ്കിൽ, ശരിക്കും വരണമെങ്കിൽ 2-3 കാര്യങ്ങൾ ആവശ്യം. ഒന്ന്, പ്രധാനമായിട്ടുള്ള കാര്യം അതിൻ്റെ അസിഡിറ്റിയാണ്. ഈ അസിഡിറ്റി ഓൾമോസ്റ്റ് ന്യൂട്രലിലേക്ക് വന്നിട്ടില്ലെങ്കിൽ അതിന് പിന്നെ നൈട്രജൻ ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പേരിന് മുഴ ഉണ്ടായിരിക്കാൻ മതി. അപ്പൊ പലപ്പോഴും നമ്മൾ ഈ സബ്ജക്റ്റിൽ നിന്ന് കുറച്ച് മാറിയൊക്കെ ഞാൻ ഒരു കാര്യം പറയണം. നമ്മൾ ഏതെങ്കിലും പയറെടുത്ത് നോക്കിയിട്ട് അതിന്റെ അടിയിൽ പിന്നെ റൈസോബിയത്തിന്റെ നോഡ്യൂൾസ് കാണുകയാണെങ്കിൽ ആ നോഡ്യൂൾസ് ഹെൽത്തി ആണോ, നൈട്രജൻ ഫിക്സിംഗ് ആണോ, നൈട്രജൻ ഫിക്സിംഗ് അല്ലാത്തതാണോ എന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമ്മൾ ഒരു നോഡ്യൂൾ എടുക്കുക, ആ നോഡ്യൂൾ എടുത്തിട്ട് ഒരു ബ്ലേഡ് എടുത്തിട്ട് അതിനെ മുറിച്ച് നോക്കുക, അവിടെ മുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് പിങ്ക് ആണെങ്കിൽ അത് ഹെൽത്തിയാണ്. ആ പിങ്കിന്റെ സാധനത്തിന്റെ പേര് ലെഗ് ഹീമോഗ്ലോബിൻ എന്നാണ്. സാധാരണ നമ്മുടെ മനുഷ്യന്റെ ഹീമോഗ്ലോബിനും ഈ ഹീമോഗ്ലോബിൻ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അയേണാണ് അവിടെ ഉള്ളത്, ഇവിടെ മെഗ്നീഷ്യ ഉള്ളത്, ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പം ഈ ലെഗ് ഹീമോഗ്ലോബിൻ എന്നുള്ള സാധനമാണ്. അത് ചുവപ്പാണെങ്കിൽ അത് എഫക്റ്റീവ്. പക്ഷെ നമ്മളെ മണ്ണില് പിന്നെ pH സേബോട്ട് 4.5 ഒക്കെ ആണെങ്കിൽ നമ്മൾ മുഴയുണ്ടായിരിക്കാൻ മതി. പക്ഷേ ആ മുഴ പലപ്പോഴും ഒരു മഞ്ഞ നിറത്തിലോ വെള്ള നിറത്തിലോ ആയിരിക്കും കട്ട് ചെയ്ത് കാണുന്നത്. അങ്ങനെ മഞ്ഞ നിറത്തിലോ വെള്ള നിറത്തിലോ ബാക്ടീരിയ ഉണ്ടാവുകയാണെങ്കിൽ ആ ബാക്ടീരിയ ചെടിയിൽ നിന്ന് നൈട്രജൻ സ്വന്തം ആവശ്യത്തിന് വലിച്ചെടുക്കും. ഇൻസ്റ്റെഡ് ഓഫ് ഗിവിങ് നൈട്രജൻ ഫിക്സ് ചെയ്തതിന് പകരം ചെടിയുടെ നൈട്രജനും മണ്ണിൽ നിന്നുള്ള നൈട്രജനും അത് വലിച്ചെടുക്കും. അപ്പൊ അങ്ങനത്തെ ചെറിയ ദോഷം. പിന്നെ വേരുകൾ വളരെ മുരടിച്ചു അതുണ്ടാവും. പിന്നെ രോഗത്തിന്റെ, അതിനെപ്പറ്റി ഞാൻ ചെറിയൊരു അവസാനം കുറച്ചുകൂടി പറയാം. പിന്നെ ഇലകളിലെ പലതരത്തിലുള്ള നിറങ്ങളൊക്കെ വരും. പിന്നെ എന്താ വേറൊരു കാര്യങ്ങൾ, നമ്മളെ അയൺ നമ്മളെ പാടത്തില് നമ്മുടെ നെൽപ്പാടത്ത് പോയി കഴിഞ്ഞാൽ നെൽപ്പാടത്തിന്റെ ഈ വരമ്പിന്റെ അടുത്തായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പാട നിറത്തിൽ കാണും. ഒരു നല്ല ഷൈനി, അത് അയേഡ് ആൻഡ് അലുമിനിയാണ്. അത് ആ മണ്ണിലുണ്ടാവുന്ന അയേഡ് അലുമിനിയം ഈ അസിഡിറ്റി കാരണം അത് അലുമിനിയവും അയേണും അതിൽ ലയിച്ചു ചേർന്നിട്ട് അതിൻ്റെ ഒരു പാടയാണ് കാണുന്നത്. അപ്പം
ആ പാട ഉണ്ടെങ്കിൽ ഇതിന്റെ അർത്ഥം ആ മണ്ണിൽ ഭയങ്കര അസിഡിറ്റിയാണ്. അപ്പൊ അത് ഉണ്ടായി കഴിഞ്ഞാൽ ചെടി പിന്നെ മുരടിച്ചു പോവും. പിന്നെ ചിലപ്പോൾ നല്ല നമ്മൾ തോന്നും ഇലയൊക്കെ നല്ല കട്ട് ഡാർക്ക് ഗ്രീൻ ആയിരിക്കും. ആ ഡാർക്ക് ഗ്രീൻ ആയാൽ തന്നെ അത് ഹെൽത്തി ഡാർക്ക് ഗ്രീൻ അല്ല, പക്ഷേ അത് കാരണം ചെടിയിലെ ഇത് കുറയും. പിന്നെ മെച്യൂരിറ്റി സമയം നമുക്കൊരു 10 ഇതൊക്കെ ചീരയൊക്കെ ആണെങ്കിൽ നമുക്കൊരു 1 മാസം കൊണ്ട് ഉണ്ടാവിച്ച 1.5 മാസമൊക്കെ ആവും. പിന്നെ ഒരു പർപ്പിൾ കളർ ഉണ്ടാവും ഇതിന്റെ മുകളിലൊക്കെ. പിന്നെ എന്നുള്ളത് അലുമിനിയത്തെ ടോക്സിറ്റി, മാംഗനീസിന്റെ ക്വാണ്ടിറ്റി ഓഫ് മാംഗനീസ്. ഇപ്പൊ നേരത്തെ ഞാൻ കാണിച്ച ആ ഗ്രാഫിൽ കാണാം, അസിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ മാംഗനീസിന്റെ അബ്സോർപ്ഷൻ കൂടും. അപ്പം അങ്ങനെ മാംഗനീസിന്റെ ഇത് വരും. പിന്നെ കാൽഷ്യത്തിന്റെ മാംഗനീസിന്റെ കുറയും, പക്ഷെ മെഗ്നീഷ്യത്തിന്റെയും കാൽഷ്യത്തിന്റെയും അളവ് കുറയും. നമ്മൾ ഇപ്പം പലപ്പോഴും കൃഷിക്കാര്, എസ്പെഷ്യലി വാഴ കൃഷിക്കാര് ഒരു കംപ്ലൈന്റ് ചെയ്യാറുണ്ട്. അതായത് വാഴ ഞാൻ വളം കൊടുത്തു, ചെടിയൊക്കെ നല്ല കട്ടിയായിരിക്കുന്നുണ്ട്, പക്ഷേ കൂമ്പ് എടുക്കുന്നത് ആ കൂമ്പ് വിടരുന്നില്ല, അല്ലെങ്കിൽ കൂമ്പിന്റെ ഷേപ്പ് മാറിയിട്ട് പല ഷേപ്പുകളായിട്ട് നിൽക്കുന്നു. അപ്പൊ അത് എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാ വളം കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇട്ടിട്ടുണ്ട്, നൈട്രജൻ പൊട്ടാഷ്യം ഒക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിന് കൂടെ അങ്ങനെ ഞാൻ കുമ്മായം കൊടുത്തിട്ടുണ്ട്, കുമ്മായച്ചാൽ ഞാൻ കാൽഷ്യം കൊടുത്തിട്ടുണ്ട്, മെഗ്നീഷ്യം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഈ കൂമ്പിന്റെ ഡിസ്ഫിഗർ കാണാനുള്ള കാരണം കാൽഷ്യം ബോറോണിന്റെ ആണ്. മണ്ണില് കാൽഷ്യം ഇല്ലെങ്കിൽ ബോറോൺ ഉണ്ടെങ്കിലും ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല, കാൽഷ്യം വലിച്ചെടുക്കാൻ പറ്റില്ല. ബോറോൺ കുറവാണെങ്കിൽ കാൽഷ്യം വലിച്ചെടുക്കാൻ പറ്റില്ല. ഈ 2 കാരണവും ഒരു ഇന്റർലിങ്ക്ഡ് ആണ്. 2 മൂലകങ്ങളും വേണ്ട അളവിൽ ഉണ്ടെങ്കിൽ മാത്രമേ ചെടിക്ക് എല്ലാ മൂലകങ്ങളും വലിച്ചെടുക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് കാൽഷ്യം ബോറോണും. അപ്പൊ ഈ ബോറോണിന്റെ സിംറ്റംസ് പലപ്പോഴും കാണും. ആ ബോറോണിന്റെ സിംറ്റംസ് കാണുമ്പോൾ നമ്മൾ പറയും ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷെ കാൽഷ്യം കൊടുത്ത് pH അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല, pH അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ ബോറോൺ അപ്ടൈപ്പ് ഉണ്ടാവില്ല. അങ്ങനെ പല ഇതുണ്ടാവും. പറഞ്ഞു ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ അലുമിനിയം ടോക്സിറ്റിന്റെ സിംറ്റം ആണ് ഓരോ pH ഉണ്ടാവുന്ന. 6.5 ഉള്ള pHന്റെ മണ്ണിന്റെ വേര് കണ്ടില്ലേ, 6.5 കുറഞ്ഞു. pH 5.2 ആകുമ്പോഴേക്ക് തീരെ കുറഞ്ഞു. അങ്ങനെ പല ടോക്സിറ്റി കാര്യം ഉണ്ടാവും. ഇത് പക്ഷേ ഇതിന് അമ്ലത്വം കുറച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളായിരിക്കും. നമ്മൾ കണ്ണിൽ നമ്മൾ കുമ്മായം ചേർത്തു, അമ്ലത്വം പിന്നെ pH ഏഴിലേക്ക് കാണും. ഭാവകത്തിന്റെ ഫോസ്ഫറസിന്റെ ലഭ്യത വർദ്ധിക്കുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ ഇതാണ് പ്രധാനപ്പെട്ട അതൊക്കെ പിന്നെ നോക്കണ്ട, പിന്നെ സ്കിപ്പ് ചെയ്യാം. പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം, സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്, ഇതൊക്കെ പറഞ്ഞു നമ്മൾക്ക് എത്ര ചേർക്കണം? ഈ ചേർക്കുന്നതിന്റെ അളവ് നമ്മൾ എത്രത്തോളം ചെടി ഒരു തമ്പ് റൂളാണ്, കൃത്യമായിട്ട് അതൊന്നല്ല. അതായത് pH-ന് താഴെയാണെങ്കിൽ 3.5 താഴെയാണെങ്കിൽ അത് ചെറിയ മാറ്റമുണ്ട്. 30% കളിമണ്ണിൽ ലെസ് ദാൻ 30% ക്ലേ ആണ് ആയിട്ടത്, രണ്ടാമത് മോർ ദാൻ 30% ക്ലേ. അപ്പം ക്ലേയുടെ കണ്ടന്റ് 30% കുറവാണെങ്കിൽ 1 ടൺ വേണം 1 ഹെക്ടറിന്. എന്നാൽ ക്ലേയുടെ കണ്ടന്റ് കൂടുതലാണെങ്കിൽ 30% കൂടുതലാണെങ്കിൽ 1750 1.75 ടൺസ് ഇത് വേണ്ടി വരും കുമ്മായം നെഗറ്റീവ്. അതേമാതിരി തന്നെ പിന്നെ 3.5 to 4.5 ആണെങ്കിൽ 850 കിലോഗ്രാം 1400 കിലോഗ്രാം. 4.5 to 5 ആണെങ്കിൽ 600,000. പിന്നെ 5.1 to 5.5 ആണെങ്കിൽ 350 650. 5.6 അങ്ങനെ ഓരോരോ പിന്നെ pH 6.6 to 7.3 ആണെങ്കിൽ ന്യൂട്രൽ ആണെങ്കിൽ പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് നമ്മളെ പലപ്പോഴും നമ്മൾ ഈ കണക്ക് ജനറൽ ആയിട്ടൊരു കണക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതേ കണക്ക് ഇപ്പൊ ക്ലേ മണ്ണ് കൂടുതൽ ഇപ്പം ഇതിലൊക്കെയുള്ള പാടത്ത് നെൽപ്പാടങ്ങളിലൊക്കെ ആണെങ്കിൽ
കളിമണ്ണ് കൂടുതലാണ്, അവിടേക്ക് കുറച്ച് കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും. അതേസമയത്ത് കരനിലത്താണെങ്കിൽ, ഉയർന്ന സ്ഥലത്താണെങ്കിൽ അവിടെ കളിമണ്ണ് കുറവായിരിക്കും, അപ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഈ വിവരവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് എത്രത്തോളം നൽകണം എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം നമ്മൾ തീരെ ശ്രദ്ധിക്കാത്തൊരു കാര്യം, നമ്മൾ പറയുന്നത് ഈ കുമ്മായം ചേർക്കുക, അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചേർക്കുന്നത്. ഒന്ന് കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ pH നോക്കാൻ ഉപയോഗിക്കുന്നത്. കുമ്മായം ആണെങ്കിൽ അത് കാൽസ്യം മാത്രമേ അടങ്ങിയിട്ടുണ്ടാവുള്ളൂ. ഡോളമൈറ്റ് ആണെങ്കിൽ അത് കാൽഷ്യം, മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം. പക്ഷേ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ നമ്മൾ ഉപയോഗിക്കുന്ന കാൽസ്യത്തിന്റെ അല്ലെങ്കിൽ കുമ്മായത്തിന്റെ തരിയുടെ വലുപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഫൈനായിട്ടുള്ള തരിയാണ് ഏറ്റവും നല്ലത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു ഏതൊരു പൊടി എടുത്താലും വേണ്ട, നമ്മളിപ്പോ ഒരു ഒരു ചോക്ക്, ടേക്ക് എക്സാമ്പിൾ, ചോക്ക് എടുക്കുക. ഈ ചോക്ക് എടുത്തിട്ട് നമ്മൾ അതിനെ കഷ്ണമായി മുറിച്ചിട്ട് ഒരു മണ്ണിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വെള്ള നിറം കാണില്ല. മണ്ണ് റിമെയിൻസ് ബ്രൗൺ കളർ ആണെങ്കിൽ ബ്രൗൺ കളർ കാണും. പക്ഷേ ആ ചോക്കിനെ നമ്മൾ വളരെ ഫൈനായി പൊടിച്ചു കഴിഞ്ഞാൽ, മണ്ണിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരേ ക്വാണ്ടിറ്റി ചോക്കാണ്, പൊടിച്ചു കഴിഞ്ഞാൽ ആ മണ്ണിന്റെ നിറം വെള്ളയായി മാറും. സർഫസ് ഏരിയ മുഴുവൻ അത് കവർ ചെയ്തിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ അമ്ലത്വം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ആ അമ്ലത്വം മണ്ണില് പ്രതിഫലിക്കുന്നത് എങ്ങനെയാണെങ്കിൽ, ആ മണ്ണിന്റെ ഓരോരോ തരിയുടെ മുകളിലുമാണ് ഈ അമ്ലത്വം ഉണ്ടാകുന്നത്. അപ്പൊ കൂടുതൽ തരി ഉണ്ടെങ്കിൽ, ചെറിയ തരിയാണെങ്കിൽ സർഫസ് ഏരിയ കൂടും. അപ്പൊ അങ്ങനെ സർഫസ് ഏരിയ കൂടുകയാണെങ്കിൽ, അതിന് ഏരിയ കൂടുകയാണെങ്കിൽ, ആ ഏരിയയിൽ ഒരു ഇതാണ് എടുക്കുക, എച്ച് ആണെന്ന് വയ്ക്കാം. ഇതിന്റെ മണ്ണിന്റെ തരിയുടെ മുകളിൽ എച്ച് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അതാണ് ഈ അമ്ലത്വം ഉണ്ടാക്കുന്നത്. ഈ എച്ചിനെ എടുത്ത് മാറ്റണം. ഈ കുമ്മായത്തിന്റെ കാൽസ്യം എന്നുള്ള കുമ്മായം പോയിട്ട് എച്ചിനെ എടുത്ത് മാറ്റണം. ആ എച്ചിനെ എടുത്ത് മാറ്റണമെങ്കിൽ ഈ കുമ്മായത്തിന്റെ തരികൾക്കും അത്രത്തോളം ഫൈനായിട്ട് ആ മണ്ണിനെ പൊതിയാനുള്ള ഒരു കഴിവ് വേണം. അപ്പൊ തരിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, 0.3 മില്ലിമീറ്ററിൽ കുറവാണെങ്കിൽ അതിന്റെ അമ്ലത്വം കുറയ്ക്കാനുള്ള കഴിവ് 100ആണ്. അതേ സമയത്ത് അതിന്റെ തരിയുടെ വലുപ്പം 0.8 മില്ലിമീറ്റർ ആണെങ്കിൽ വെറും 10ആണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമല്ല. പലപ്പോഴും ഞാൻ കുമ്മായം ഇട്ടെങ്കിലും ആ കുമ്മായം ശരിക്കും വർക്ക് ചെയ്തിട്ടുണ്ടോ മണ്ണിൽ, അതിനെപ്പറ്റി നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. എന്താ കാരണം വെച്ചാൽ, ആ വർക്ക് ചെയ്യണമെങ്കിൽ ആ കുമ്മായും ഇതിന്റെ മണ്ണിന്റെ തരിയുമായിട്ട് പൂർണ്ണമായിട്ടും രാസപ്രവർത്തനം നടക്കണം. അങ്ങനെ രാസപ്രവർത്തനം നടക്കണമെങ്കിൽ അത് തമ്മിൽ കൂടിച്ചേരണമെങ്കിൽ രണ്ടിന്റെയും വലുപ്പം ഏകദേശം ഒരേ മാതിരിയായി. അപ്പൊ അതുകൊണ്ട് വലിയ കഷ്ടങ്ങളാണ്, കക്കയുടെ വലിയ കഷ്ടങ്ങളാണെങ്കിൽ അതിന് ഇതായിട്ട് ഗുണമുണ്ടാവില്ല. പിന്നെ വേറൊരു കാര്യം, ഈ കുമ്മായം മണ്ണിൽ ചേർത്ത് കഴിഞ്ഞാൽ, ആ ചേർത്ത് മേൽഭാഗത്ത് മാത്രം കുമ്മായം വെതറി പോയി കഴിഞ്ഞാൽ, പലപ്പോഴും കൃഷിക്കാരെടുത്ത് പോയി കാണാം കുമ്മായം മണ്ണിന്റെ മുകളിൽ വെതറിയിരിക്കുന്നത്. അങ്ങനെ വെതറി കഴിഞ്ഞാൽ കാര്യമായ ഗുണമൊന്നുമില്ല. എന്താ കാരണം വെച്ചാൽ, ഈ ഓരോരോ തരിയുമായിട്ടും രാസപ്രവർത്തനം നടക്കണമെങ്കിൽ മേൽഭാഗത്ത് മാത്രം കുമ്മായം വെതറിയോട് കാര്യമില്ല. കുമ്മായം വെതറി കഴിഞ്ഞിട്ട് ആ കുമ്മായവും മണ്ണുമായിട്ട് കൂടിച്ചേരണമെങ്കിൽ ഒന്ന് കൊത്തി ഇളക്കണം. എക്സ്പോസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് കൊത്തി ഇളക്കിയിട്ട് എല്ലാ മണ്ണിന്റെ ഭാഗത്തേക്കും എത്തിക്കണം. അങ്ങനെ എത്തിയാൽ മാത്രമേ അത് വേണ്ട മാതിരി രാസപ്രവർത്തനം ശരിക്കും നടത്തുള്ളൂ. ഇങ്ങനെ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് നമ്മളെ ഈ നേരത്തെ പല കാര്യങ്ങളും പറഞ്ഞു, അതിന്റെ കാര്യത്തിൽ ഒരു കാര്യം ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞു, pH രോഗവും. നമ്മൾ കാണുന്ന സസ്യങ്ങളിലെ പല രോഗത്തിനും കാരണം pHന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതിനെപ്പറ്റി വളരെ കുറച്ച് മാത്രമേ കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ പറയാൻ പറ്റും. വളരെ കുറച്ച് മാത്രമേ ഇതിനെ കൃഷിക്കാര് ബോധമായിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ,
ഞാൻ നേരത്തെ പറഞ്ഞു pH നീര് pH 6.4 പറഞ്ഞു. അപ്പൊ ഈ 6.4 ആകുമ്പോൾ പിന്നെ അത് മാറിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഉരുളക്കിഴങ്ങിന്റെ നോക്കുകയാണെങ്കിൽ സ്കാബ് രോഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. pH 7 കൂടിയാൽ അത് ആൽക്കലൈൻ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അത് സ്കാബ് രോഗം വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് അസിഡിറ്റിക് ആക്കി കഴിഞ്ഞാൽ ആ രോഗം മാറ്റാൻ പറ്റും. പിന്നെ വേറൊരു സൂക്കറുണ്ട്, പിന്നെ ക്യാബേജ് ഒരു സ്കാബ് ഉണ്ട്. അതാണെങ്കിൽ അത് pH കുറഞ്ഞാൽ രോഗം വർദ്ധിക്കും, കൂട്ടിയാൽ രോഗം ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ നമ്മൾ വേണ്ട മാതിരി. പിന്നെ നമ്മളിവിടെ നമുക്ക് ഉരുളക്കിഴങ്ങിന്റെ കാര്യം നോക്കണ്ട, ഉരുളക്കിഴങ്ങ് ക്യാബേജ് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മുളക് നമുക്കിവിടെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മളിവിടെ വീട്ടിൽ മുളക് വെട്ടി കഴിഞ്ഞാൽ ആ പിന്നെ വാട്ടരോഗം കാണും, ചെടി പെട്ടെന്ന് വാടിപ്പോവും. അതൊരു ബാക്ടീരിയൽ വിൽറ്റ് ആണ്. ആ ബാക്ടീരിയൽ വിൽറ്റ് പിന്നെ കാരണം എന്ന് വെച്ചാല് ഈ ലോ pH, അതായത് pH 4.5 അടുത്താക്കി കഴിഞ്ഞാല് ബാക്ടീരിയൽ ഈ സ്യൂഡോമോണാസ് എന്നുള്ള മണ്ണിനെ രോഗം വരുത്തുന്ന ആ ബാക്ടീരിയയുടെ ആക്ടിവിറ്റി കൂടും, ചെടിക്ക് റെസിസ്റ്റൻസ് പവർ കുറയും. ഇപ്പൊ റെസിസ്റ്റൻസ് പവർ കൂടും ചെയ്യും, കുറയും ചെയ്യും, ബാക്ടീരിയയുടെ മൾട്ടിപ്ലിക്കേഷൻ കൂടും ചെയ്യും. പാത്തോജനിക് ബാക്ടീരിയയുടെ, ഐ എം നോട്ട് സേയിങ് അബൌട്ട് ദ അതർ വൺ. പാത്തോജനിക് ബാക്ടീരിയയുടെ ആക്ടിവിറ്റി കൂടും, ചെടിയുടെ റെസിസ്റ്റൻസ് പവർ കുറയും. അപ്പൊ കുറയുന്നതുകൊണ്ട് രോഗം വരാനുള്ള കാര്യം വളരെ കൂടുതലുണ്ട്. പിന്നെ വേറൊരു നമ്മൾ തീരെ പിന്നെ വേറൊരു കാര്യം നമുക്ക് സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഇത് പറഞ്ഞുതരാം. ചീര, എസ്പെഷ്യലി ചുമന്ന ചീര. ഈ ചുമന്ന ചീരയില് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പറയും പിന്നെ എന്താ പറയാ, രോഗം വന്നു, രോഗാണുക്കൾ വന്ന്, പുള്ളിക്കൊത്ത് വന്നു എന്നൊക്കെ പറയും. ശരിയാണ്, പുള്ളിക്കൊത്ത് വരുമ്പോൾ അത് സ്പ്ലാഷ് കൊണ്ടാണ് രോഗാണു ഇതാക്കുന്നത്. പക്ഷെ അത് കൂടാതെ തന്നെ അതിനെ പിന്നെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ എന്താ പറയുന്ന ഒരു വാക്യം, അത് കൺട്രോൾ ചെയ്യാൻ പറയുന്നത് നമ്മൾ അതിന്റെ മുകളിൽ സോഡാക്കാരം, മഞ്ഞപ്പൊടിയും സോഡാക്കാരം നമ്മളുടെ സാധനം സ്പ്രേ ചെയ്യാൻ പറയുന്നുണ്ട്. സോഡാക്കാരം സ്പ്രേ ചെയ്താലും മതി. അപ്പൊ നമ്മളെ ലീഫിന്റെ സർഫസ് എന്ത് ചെയ്യുന്നു? ആൽക്കലൈൻ ആക്കുകയാണ്. അപ്പൊ ആൽക്കലൈൻ ആക്കി കഴിഞ്ഞാൽ ആ സർഫസിൽ രോഗാണുകൾ വന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇത് ഒരു ഇങ്ങനെ ഓരോരോ കാര്യത്തിലും നമുക്ക് രോഗത്തിന്റെ ഉണ്ട്. ഇതേമാതിരി തന്നെ കീടങ്ങൾക്ക് ഹലോ പിന്നെ നമ്മൾ വേറൊരു കാര്യം നോക്കാണ്, ഇതിന് പൗഡറി മിൽഡ്യൂ. ഈ പൗഡറി മിൽഡ്യൂ എന്നുള്ള ഇലയുടെ മുകളിൽ വെള്ള പൗഡറി കാണും. ഈ പൗഡറി മിൽഡ്യൂ നമുക്ക് pH, അതായത് 6.4 എന്നുള്ള മണ്ണിന്റെ ചെടിയുടെ pH എങ്ങാനും 5.5 അല്ലെങ്കിൽ ഒരു 6 എങ്ങനെ ആയിക്കഴിഞ്ഞാലും അതിന്റെ രോഗം കൂടും. അതേ pH നമ്മൾ അതേ ചെടി തന്നെ pH നമ്മൾ ചുണ്ണാമ്പ് കൊടുത്ത് കുമ്മായം കൊടുത്തിട്ട് അതിനെ കൂട്ടുകയാണെങ്കിൽ അത് കുറയും ചെയ്യും. പിന്നെ നെമറ്റോഡ്സ് ഉണ്ട്, ഇതുപോലെ നെമറ്റോഡ്സ് ഉണ്ട്. നെമറ്റോഡ്സും അതെ 4.5 കഴിഞ്ഞാൽ ആക്രമണം കൂടും. അങ്ങനെ ഓരോരോ കാര്യത്തിനും നമ്മൾ അതിനെ പറ്റിയുള്ള കൂടുതൽ ഞാൻ ഇപ്പൊ പറയുന്നില്ല. പക്ഷെ ഇത് എല്ലാതും ലിങ്ക് ചെയ്യുന്നത് pH ആയിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഇപ്പോഴും പറയുന്നത് pH-ഉം മണ്ണിലത്തെ അമ്ലത്വം കുറയ്ക്കണം എന്നൊരു കാര്യം സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇറക്കുന്നുണ്ട്. പക്ഷെ ആ അമ്ലത്വം എങ്ങനെ കുറയ്ക്കണം, എപ്പോൾ കുറയ്ക്കണം, എത്ര കണ്ട് കുറയ്ക്കണം, അത് കുറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താ, ദോഷം എന്താണ്, ഓരോരോ രോഗത്തിനും രോഗം നോക്കുകയാണെങ്കിൽ ചില രോഗങ്ങൾ കൂടും, ചില രോഗങ്ങൾ കുറയും. ഇതെല്ലതും നമ്മളൊരു ജനറൽ ആയിട്ടെങ്കിലും ഒരു കുറച്ച് പഠിച്ചു വരികയാണെങ്കിൽ അതൊരു ഇഫക്റ്റീവ് ആയിരിക്കും. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. പിന്നെ അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മണ്ണില് pH കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് ഡോളമൈറ്റും ഇതുവേണം, കുമ്മായം വേണം. ഇപ്പൊ കുമ്മായം കുറെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് ആൾക്കാർ ഡോളമൈറ്റിലേക്ക് പോകുന്നുണ്ട്. ഡോളമൈറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു പാറ പൊടിച്ചിട്ടുണ്ടാക്കുന്ന ഇതാണ്.
ഈ പാറ പൊടിച്ചുണ്ടാക്കുന്ന ഡോളമൈറ്റിൽ എത്രത്തോളം കാൽസ്യം ഉണ്ട്. ഡോളമൈറ്റ് ആണെങ്കിൽ അതിനകത്ത് കാൽസ്യവും ഉണ്ട്, മെഗ്നീഷ്യവും ഉണ്ട്. പിന്നെ ആ എത്ര അതിനകത്ത് ഉള്ളതെന്ന ഒരു കണക്കും ആർക്കും കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പം നമ്മളൊക്കെ ഇത് അധികം കിട്ടുന്നത് ചച്ചസ് കിട്ടുന്നതാണ്, ഇത് കിട്ടുന്നത് പിന്നെ ഡോളമൈറ്റ് കിട്ടുന്നത്. പക്ഷേ അവിടുത്തെ ഡോളമൈറ്റിന് പ്രത്യേക ഗുണമുണ്ട്. പക്ഷേ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്ന ഡോളമൈറ്റിൽ വേറെ ഉണ്ട്. ഇപ്പം നമുക്ക് ആന്ധ്രാപ്രദേശിൽ നിന്ന് കിട്ടുന്നുണ്ട്, തെലങ്കാനയിൽ നിന്ന് കിട്ടുന്നുണ്ട്, കർണാടകത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്, മധ്യപ്രദേശ് കിട്ടുന്നുണ്ട്, ഒഡീഷ അവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട്, ഡോളമൈറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഡോളമൈറ്റിന് ഓരോന്നിനും ഓരോരോ പ്രത്യേക ഗുണമുള്ളത്. ഇപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് ഡോളമൈറ്റ് ഉപയോഗിച്ചെന്ന് പണ്ട് കാര്യമില്ല. നമ്മൾ ഡോളമൈറ്റ് മേടിക്കുമ്പോൾ ചാക്ക് കണക്ക് മേടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ മുകളിലുള്ള കാൽസ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിനും എത്രത്തോളം അളവുണ്ട് എന്നൊരു കണക്ക് നോക്കണം. വെറുങ്ങനെ ഡോളമൈറ്റ് എന്ന് പറഞ്ഞത് അങ്ങനെ വെക്കുകയാണെങ്കിൽ അതിന് അതിനകത്ത് പല വേണ്ട ന്യൂട്രിയൻസ് പാറപ്പൊടി എന്നുള്ള കുറച്ചെങ്കിലും കാൽസ്യം ഉണ്ടാകും മതി, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. നമ്മുടെ BIS സ്റ്റാൻഡേർഡ് ഉണ്ട്. ഈ പിന്നെ BIS സ്റ്റാൻഡേർഡ് പ്രകാരം കുമ്മായത്തിൻ്റെയും നമ്മൾ ഉപയോഗിക്കുന്ന നീച്ചു കുമ്മായത്തിൻ്റെ ആണെങ്കിൽ അമ്ലത്തെ ലഘൂകരണ സംഖ്യ എന്ന ഗ്രേഡ് ഉണ്ട്. അത് 100 ഗ്രേഡ് 1-ന്, ഗ്രേഡ് 2-ന് 80. കാൽസ്യം ഓക്സൈഡ് 80 ആണ്, മറ്റേത് 100. ഇതൊക്കെ കണക്കുണ്ട്. ഇതേമാതിരി തന്നെ ഡോളമൈറ്റിനുണ്ട്. നോക്കൂ, ഇതിനകത്ത് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. തരി വലുപ്പം 90% തരികളും 2 മില്ലിമീറ്റർ അരിപ്പയിൽ കൂടി പോകുന്നതായിരിക്കണം. അതായത് 10 മെഷ്. 50% തരികളും 0.25 മില്ലിമീറ്റർ തരികളിൽ കൂടി പടന്നു പോയതായിരിക്കണം. അമ്ലത്തെ ലഘൂകരണ സംഖ്യ കാൽസ്യം കാർബണേറ്റ് 70 ആയിരിക്കണം. കുറഞ്ഞ അളവ് ശതമാനം, രണ്ടും കൂടി കൂട്ടിയിട്ടുള്ളത് കുറഞ്ഞ അളവ് 50% ആയിരിക്കണം ഈർപ്പ്. ഇങ്ങനെ ഒരു ഗവൺമെന്റ് നമുക്കൊരു കണക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മൾ മണ്ണിലെ pH കൊടുത്താൽ പോലും എന്താ പറയാ കുമ്മായോ ഡോളമൈറ്റ് കൊടുത്താലും നമുക്ക് വേണ്ട അളവില് ഇതാകാൻ പറ്റില്ല. അപ്പൊ ഞാനിപ്പം ഇവിടെ നിർത്തുകയാണ്.